ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവീനും നന്ദുവും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോരുക. അപ്പോൾ അതേ ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കുമ്പോഴും വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ പറയുന്നത്, എനിക്ക് മാത്രം ട്രീറ്റ് തന്നാൽ പോരെന്നും പറഞ്ഞു. അതെന്തൊരു പറച്ചിലാടോ, നന്ദു എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടി എത്തില്ല എന്ന് നവീൻ. അല്ല, ആ സമയത്ത് തിരക്കാണെന്നൊന്നും പറഞ്ഞേക്കരുതെന്നാണ് പറഞ്ഞത്. കോടതി സമയത്ത് വിളിക്കാതിരുന്നാൽ മതി, വൈകുന്നേരങ്ങളിൽ ഞാൻ ഫ്രീ അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. നവീൻ ഇങ്ങനെ നോക്കും ആരാണെന്നേ. ആ സമയം ദേ തിരക്കുള്ള വേറൊരുത്തം വിളിക്കുന്നുണ്ട്, ഹനി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് എടുത്തു നമ്മുടെ നന്ദു ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കുക. എന്താടാന്ന് ചോദിച്ചു. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. എന്താടാ? അല്ല, എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ. ഞാനേ നവീനേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അല്ല, അത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നനി നിൽക്കുമ്പോഴത്തേക്കും ഫോൺ കൊണ്ടുവന്ന് നവീൻ്റെ കയ്യിലേക്ക് നന്ദു കൊടുത്തു കഴിഞ്ഞു. നവീന് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോൾ. എടാ, എന്താണ് നീ വരാതിരുന്നതെന്ന് ചോദിക്കുമ്പം, നീ എന്നെ വിളിച്ചില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ വരുന്നതെന്ന് ചോദിച്ചു. ഓ, അതുകൊണ്ടാണോ നീ വരാതിരുന്നേ? ഞാൻ വിളിച്ചില്ലെങ്കിലും നന്ദു നിന്നെ വിളിച്ചില്ലായിരുന്നോ? അപ്പം പിന്നെ വന്നുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം നീ നിന്റെ കേസ് വിജയിച്ചതിൻ്റെ പാർട്ടിയല്ലേ നടത്തിയത്, അത് നിങ്ങൾ തമ്മിലായിക്കോട്ടെ എന്ന് കരുതി എന്ന് അനി പറയാം. അപ്പം ശരിയടാ, ഞാൻ വിളിക്കാവേ, കുറച്ച് തിരക്കുണ്ടേ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. വേഗം വെച്ചോ എന്ന് നന്ദു ചോദിക്കുക. പാവം കമ്പനിയുടെ MD ആയതോടെ ഒന്നിനും സമയമില്ലാണ്ടായി എന്ന് പറയുന്നു. അല്ല നന്ദു, ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഈ അനിയോട് നന്ദുവിന് എന്തെങ്കിലും പ്രത്യേക അടുപ്പമുണ്ടോ എന്ന് നവീൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ നന്ദു ഇങ്ങനെ നോക്കുവാണേ. അല്ലെങ്കിൽ വേണ്ട, അനിക്ക് നന്ദുവിനോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, അയ്യോ അങ്ങനെ ചോദിച്ചാൽ എന്നെ അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമെന്ന് പറഞ്ഞാൽ, അയ്യോ നവീനേട്ടൻ ഉദ്ദേശിക്കുന്ന പോലുള്ള ഇഷ്ടമൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണെന്ന് നന്ദു പറയാം. പിന്നെ അതിനപ്പുറം മറ്റൊന്നും ഇല്ല കേട്ടോ എന്നും നന്ദു നവീനോട് പറഞ്ഞു. അല്ല, എന്താ ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പം, ഹേയ് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ നന്ദുവിൻ്റെ സ്വഭാവം എനിക്കറിയാവുന്നതാണല്ലോ, അത് അത്ര പെട്ടെന്നൊന്നും ആൺകുട്ടികൾ അംഗീകരിക്കുന്ന ഒരു മനസ്സല്ല നന്ദുവിൻ്റേത്. അപ്പോൾ ഞാനൊരു പരിധിക്കപ്പുറം ആൺകുട്ടികളോട് അടുത്ത് ഇടപഴകാറ് പോലും ഇല്ല. പിന്നെ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന അപൂർവം ചില സുഹൃത്തുക്കൾ മാത്രമേ എനിക്കുള്ളൂ, അത് അനിയും നവീനേട്ടനും ഒക്കെ ആയിട്ടാണെന്നും പിന്നെ എൻ്റെയും അനിയുടെയും കോമൺ ചില സുഹൃത്തുക്കളായിട്ടുണ്ട്, അവർ വിളിച്ചാലും ഞാൻ പോവാറുണ്ട് എന്ന് പറഞ്ഞു. അല്ലാതെ മറ്റാൺ സുഹൃത്തുക്കളൊന്നും ഇല്ല എനിക്കെന്നും നന്ദു പറയുവാണ്. പിന്നെ അതുപോലെ അനയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, ആ അനാമികയിൽ നിന്ന് അവനെ എത്രയും പെട്ടെന്നൊന്ന് മോചിപ്പിക്കണം എന്ന് നന്ദു പറഞ്ഞപ്പം നവീൻ ഇങ്ങനെ സമ്മതിച്ചു. ആ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നതിൽ ഒരർത്ഥവുമില്ല. അവളുടെ സ്വഭാവം നവീനെ അറിയാമല്ലോ, ഇത്രയും കുഴപ്പക്കാരിയായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് നന്ദു പറയുന്നു. ഡിവോഴ്സ് പെട്ടെന്ന് നടക്കണമെങ്കിലേ അതിന് രണ്ടു കൂട്ടരും പിരിയാൻ തയ്യാറാണെന്ന് കോടതിക്ക് ബോധ്യം വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരാൾ എനിക്ക് പിരിയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കോടതി അവർക്ക് സമയം കൊടുക്കും എന്ന് നവീൻ പറയാം. അവൾ അനിയെ വിട്ട് പോകുന്നില്ലെങ്കിൽ അത് അവളുടെ അഭിനയം മാത്രമാണെന്നും കോടതി വഴി പലതും നേടിയെടുക്കാനുള്ള അവളുടെ അടവായിട്ട് മാത്രമേ എന്നെ കാണാൻ പറ്റൂ എന്ന് നന്ദു പറയുമ്പം, അതൊക്കെ നമുക്കറിയാം നന്ദു, പക്ഷെ കോടതിക്ക് നിയമം വിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് നവീൻ പറഞ്ഞു. പിന്നെ എന്തായാലും ഞാൻ പരമാവധി ശ്രമിക്കാം എന്ന് നന്ദുവിനോട് പറയുവാണ് നവീൻ. അപ്പം ഇനി അവൻ കെട്ടുന്നുണ്ടായിരിക്കോ എന്ന് ചോദിക്കുമ്പം, ഇനി അവൻ കല്യാണത്തെപ്പറ്റി പോലും ചിന്തിക്കില്ല, ഒന്ന് കെട്ടിയത് തന്നെ അവന് മതിയായെന്ന് പറയുന്ന നന്ദു. അല്ല, മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നവീൻ പറയുക. എന്തായാലും എൻ്റെ ഡ്യൂട്ടി ഞാൻ കൃത്യമായി ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പം ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു അവിടെ പോയി. നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പം നവീൻ ഇങ്ങനെ അവിടെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ് നന്ദുവിനെ നോക്കിക്കൊണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡ്രസ്സ് എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഏത് ഡ്രസ്സ് ചേരും എന്ന്. അപ്പോഴത്തേക്ക് അബി അങ്ങോട്ടേക്ക് വന്നു. നിനക്ക് എന്താ ഈ രാത്രിയിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു. അപ്പോൾ അനിയേട്ടന് ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അവന്തിക. ഇപ്പം അനിയുടെ കളറാണല്ലോ നിനക്കും ഇഷ്ടപ്പെട്ട കളറല്ലേ എന്ന് അബി ചോദിക്കുന്നു. പക്ഷെ ദേ നോക്ക്, അനാമിക അവളുടെ ജീവിതത്തിൽ നിന്ന് പോകാതെ നിങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ പറ്റില്ല എന്ന് അബി വീണ്ടും പെങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അനാമികയും അവളുടെ അച്ഛനെയും അബിയുടെ പോയി കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. കണ്ടു, അവർ ഒഴിഞ്ഞു പോകാനൊക്കെ തയ്യാറാണ്, എന്നാലേ അവർ ആവശ്യപ്പെട്ട തുക അവർക്ക് കിട്ടണം. അതുപോലെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാളാ ഈ വീണു. അയാൾ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത് അനിക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അനന്തപുരിയിലെ സ്വത്തുവകകൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് തുടക്കത്തിൽ തന്നെ പാളിപ്പോയെന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു പാളിച്ച ഉണ്ടായത് തുടക്കത്തിൽ തന്നെ നന്നായില്ലേ? അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ അനിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാനൊരു ചാൻസ് വന്നത്. അങ്ങനെ ചാൻസ് ഉണ്ടായെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആ വിഷയം നീ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കുകയും വേണമെന്ന കാര്യം പറയുവാണ് അബി. അങ്ങനെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അനിയും അനാമികയും എത്രയും പെട്ടെന്ന് വേർപിരിയുകയും വേണം. അവൾ വേർപിരിയാൻ തയ്യാറായില്ലെങ്കിൽ പെട്ടെന്ന് കോടതി ഡിവോഴ്സ് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൾ തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് അനാമികയ്ക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അത് നമ്മളല്ലല്ലോ കൊടുക്കേണ്ടത്.
നീ കൊടുക്കേണ്ട ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കണം. നിന്റെ മുത്തശ്ശനോട് നീ സംസാരിക്കാൻ പറഞ്ഞു. നിന്നോട് അയാൾക്ക് ഇപ്പോൾ വലിയ സ്നേഹമാണല്ലോ, നീ തന്നെ ചെന്ന് പറ. എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത വേണുവിനെയും അനാമികയിൽ നിന്ന് വേണുവിൽ നിന്നും അനാമികയിൽ നിന്നും അവനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ അവൾ മ്യൂച്വൽ ഡിവോഴ്സിന് സമ്മതിക്കുകയും ചെയ്യുമെന്ന കാര്യം പറഞ്ഞു. അഭി, ഞാനതങ്ങനെ ചെന്ന് മുത്തശ്ശനോട് പറയുമെന്ന് ചോദിക്കുമ്പം നീ ഒന്ന് സംസാരിച്ച് തുടങ്ങിക്കോ, പിന്നാലെ ഞാൻ വന്നത് പൂരിപ്പിച്ചോളാം. എങ്ങനെ? അങ്ങനെ ആങ്ങളെയും പെങ്ങളും കൂടെ അതിന് പ്ലാൻ ഇടുക. അതേ കിട്ടിയ അവസരം നമ്മൾ നന്നായി മുതലാക്കണം എന്ന് ആങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു പെങ്ങൾക്ക്. ഇത് ഒഴിവാക്കിയിട്ട് വേണം പിന്നെ അവൻ്റെ ജീവിതത്തിൽ കരടായിട്ടുള്ള വേറൊരുത്തിയെ ഒഴിവാക്കാനെന്ന് പറഞ്ഞു. അവളെയൊക്കെ ഞാൻ തട്ടി മാറ്റിക്കോളാമെന്ന് അവന്തിക. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അനിയേട്ടൻ്റെ അമ്മയും ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ റെഡിയാണെങ്കിൽ പിന്നെ അനിയേട്ടനെ നേടിയെടുക്കാൻ എനിക്കറിയാം എന്നും അവന്തിക പറയുവാണ്. ഏതായാലും ഞാൻ പോയി മുത്തശ്ശനൊന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവന്തിക പോവുക. സമയത്ത് മുത്തശ്ശൻ അവിടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴും മുത്തശ്ശി അങ്ങോട്ടേക്ക് ഒന്ന് എന്തായി നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ 3-ാം മാസ ചടങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മുത്തശ്ശൻ. അത് കേട്ടപ്പം കൊച്ചുമോനെയും അവൻ്റെ ഭാര്യയും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശൻ ഒന്ന് ചിരിച്ചു. അവരെ ഇടയ്ക്കൊന്ന് കാണണമല്ലേ, എന്നും കണ്ടുകൊണ്ടിരുന്നതല്ലേ, അതിനിടയ്ക്കല്ലേ പെട്ടെന്ന് അവർ വീട് വിട്ട് പോയതെന്ന് മുത്തശ്ശൻ ചോദിക്കുക. വീട് വിട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കിയിട്ട് ഇപ്പം ഇരുന്ന് കരയാണെന്നും പറഞ്ഞ് ഇവരിയ്ക്കുന്നു. അപ്പോഴേക്കും അവന്തിക അങ്ങോട്ടേക്ക് വന്നു. വാമോളെ എന്നും പറഞ്ഞ് അവന്തികയെ വിളിച്ചു. അപ്പോൾ നിന്നെ കാണാനേ ഇല്ല, നീ എവിടെ പോകുന്നതാന്ന് ചോദിച്ചപ്പം ഞാൻ ഇടയ്ക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ടെന്ന് മുത്തശ്ശിയോട് അവന്തിക പറഞ്ഞു. അപ്പം നീ എന്തിനാ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നേ? നിനക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ ജോലി കിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം അതിലൊരു ത്രില്ലില്ലല്ലോ, ഇൻ്റർവ്യൂവിനൊക്കെ പോയി ജോലി സമ്പാദിക്കുമ്പോഴേ അതൊരു സന്തോഷമാണെന്ന് അവന്തിക. അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമുക്കൊരു കമ്പനി ഉണ്ടെന്ന് കരുതി നമ്മളതിൽ കടിച്ചു തൂങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്ന് മുത്തശ്ശനും പറഞ്ഞു. മോള് പുറത്ത് ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്തിട്ട് വന്നാൽ അത്രയും എക്സ്പീരിയൻസ് കിട്ടുമല്ലോ എന്നും മുത്തശ്ശൻ പറയുവാണ്. എന്നു മാത്രമല്ല, സ്വന്തമായിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണെന്ന കാര്യവും പറയുന്നു. അപ്പം ഞാനും മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ മുത്തശ്ശാന്ന് അവന്തിക. പിന്നെ ഞാൻ ഇപ്പോൾ വന്നതേ അനിയേട്ടൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അനിയേട്ടൻ്റെ കേസ് കോടതിയിൽ കിടക്കുകയാണല്ലോ. അനാമികയെ എങ്ങനെയെങ്കിലും അനിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണ്ടേ മുത്തശ്ശ എന്ന് ചോദിക്കുമ്പം അതെന്തായാലും കോടതി ഒഴിവാക്കി കൊടുക്കുമല്ലോ മോളെ. അവൾക്ക് ഒഴിയാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് നടക്കുമോ? അപ്പോഴത്തേക്ക് അഭി വന്നു. നടക്കും എന്നും പറഞ്ഞു. നമ്മൾ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ അത് നടക്കുമെന്ന് അഭി. അപ്പം അതെങ്ങനെയാടാ എന്ന് മുത്തശ്ശി ചോദിച്ചു. അത് മുൻപ് അനാമിക മോളുടെ അച്ഛനും കൂടി ഇവിടെ വന്നായിരുന്നല്ലോ, അവർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള വക കൊടുക്കണമെന്നും പറഞ്ഞേ. അപ്പോൾ അന്ന് മുത്തശ്ശൻ തല്ലുകൊടുത്തല്ലേ വിട്ടത്. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ അഭിയെ നോക്കുക. അവർക്ക് ചെറിയൊരു തുക എന്തെങ്കിലും കൊടുത്താൽ ആ കേസിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്നും അവർ ഒഴിവായി തരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് വന്ന് ഇങ്ങനെ ഉപദേശം തരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ആങ്ങളെയും പെങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. നിന്നെപ്പോലെ തന്നെയാണ് അനാമികയും അവളുടെ അച്ഛനും ഒക്കെ, വളഞ്ഞ വഴിയിലൂടെ മാത്രം ചിന്തിക്കുന്നവരാണെന്നും പറഞ്ഞ് അങ്ങനെയുള്ളവർക്ക് പൈസ എറിഞ്ഞു കൊടുക്കണമല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. അല്ല, അത് പിന്നെ പെട്ടെന്ന് ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ. അന്നേരം പെട്ടെന്ന് ബന്ധം ഒഴിഞ്ഞിട്ട് അനിയെന്താ നാളെ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ എന്ന് മുത്തശ്ശി ചോദിച്ചു. അപ്പോഴും രണ്ടെണ്ണത്തിന് മോന്ത വലിഞ്ഞു കയറി. ഏതായാലും അവന്തികയ്ക്ക് വേണ്ടിയിട്ട് അനാമിക ഒഴിവാക്കാൻ ചെന്നതാണ്. രണ്ടും കൂടെ ഓടിച്ച് അടി കൊടുത്തില്ലെന്നേ ഉള്ളൂ മുത്തശ്ശൻ. അപ്പോൾ ഏട്ടൻ ഇതേപ്പറ്റി എന്നോട് പറഞ്ഞപ്പോഴേ ചില്ലിക്കാശ് അവളെ പോലെ ഒരാൾക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്ന് അവന്തിക പറയുന്നു. അപ്പോൾ അഭി ഇങ്ങനെ നോക്കും അബിയെ ഒറ്റി അവന്തിക. അപ്പോൾ ഇവൻ ചിലപ്പോൾ ആ വേണുവിനോട് പറഞ്ഞു കാണും, നഷ്ടപരിഹാരം വല്ലതും വാങ്ങിച്ചെടുക്കാൻ, അതിൽ നിന്ന് കമ്മീഷനും ഇവന് കൊടുക്കാവുന്നതെല്ലാം പറഞ്ഞു കാണും എന്നൊക്കെ പറയുമ്പം അയ്യോ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല മുത്തശ്ശ, എനിക്കിപ്പോൾ നല്ലൊരു ജോലിയില്ലേ. നിനക്ക് നല്ല ജോലി ഉണ്ടെങ്കിലും പൈസയോട് വലിയ ആർത്തിയാണല്ലോ, ആ ഒരു സ്വഭാവം നിന്നെ വിട്ടു പോവില്ല എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം അനിയുടെ വിഷമം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം വന്ന് പറഞ്ഞത്, അതിന് നിങ്ങൾ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞു. അപ്പം മേലിൽ ഇതും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നു പോയേക്കരുതെന്ന് മുത്തശ്ശൻ അവന്തികയുടെ നേരെ പല്ലിറുമ്മി കാണിക്കുകയാണ് അഭി. അപ്പോൾ അഹങ്കാരികൾക്ക് പൈസ വെറുതെ കൊടുക്കില്ല, അതിന് അനി തയ്യാറായാലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് തന്നെ മുത്തശ്ശൻ തറപ്പിച്ചങ്ങ് പറഞ്ഞു. അല്ല, അനാമികയിൽ നിന്ന് അനിയേട്ടന് പെട്ടെന്ന് മോചനം കിട്ടുമോ മുത്തശ്ശ? അതിനൊക്കെയുള്ള തെളിവുകൾ കോടതിയുടെ കൈകളിലുണ്ടല്ലോ, പിന്നെ അതേപ്പറ്റി ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി മുത്തശ്ശ, അല്ല ഒഴിവാക്കേണ്ട ബന്ധങ്ങളൊക്കെ പെട്ടെന്ന് ഒഴിവാക്കണം, അതുകൊണ്ട്
ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് അവന്തിക പറയുക. അതും പറഞ്ഞ് അവന്തിക നല്ല പിള്ളയായിട്ട് അവിടെ നിന്ന് പോയി. അബിക്ക് എല്ലാം കൂടെ പൊതിഞ്ഞ് കിട്ടുകയും ചെയ്തു. നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, വേറെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്കൊന്നും പറയാനില്ല മുത്തശ്ശ എന്ന് പറഞ്ഞ് അവനും അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അവനും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. വേണു അവൻ്റെ മോളും പൈസ ഇല്ലാതെ കിടന്ന് നട്ടം തിരിയുക. അവർ ചിലപ്പോൾ അബിയെ കണ്ട് കാണുമായിരിക്കും, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത്ര ആയല്ലോ എന്ന് വിചാരിച്ച് കാണുമെന്ന് പറഞ്ഞു. അവന്തിക മോള് അങ്ങനെയുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കില്ല ഇങ്ങോട്ട് വന്നത് എന്ന് മുത്തശ്ശി പറയാം. പിന്നെ മോള് പറഞ്ഞത് 100% ശരിയാ എന്നും ഇങ്ങനെ കോടതിയും കേസുമായിട്ട് നടന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പം നവീനല്ലേ കേസ് നോക്കുന്നത്, അവൻ പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് അവന്തിക മുറിയിൽ വന്ന് പ്ലാൻ മൊത്തം പൊളിഞ്ഞല്ലോ എന്നരുത്. ആ സമയത്ത് അബി അങ്ങോട്ടേക്ക് ചെന്നിട്ട് പെങ്ങളെ അവിടെ ദേഷ്യപ്പെടും. നീ എന്ത് പണിയാണ് കാണിച്ചു, നീ എന്താ പറയാതിരുന്നെന്ന് ചോദിച്ചു. ഇങ്ങനെ തല്ലാനും അല്ലെങ്കിൽ കൊല്ലാനും വരുന്ന ഭാവത്തിൽ നിൽക്കുന്ന മുത്തശ്ശനോടാണോ പറയേണ്ടത്, വരുന്നെങ്കിൽ വരട്ടെ, വന്നിരേണ്ട. അപ്പോൾ അവരോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും അബി പറയാട്ടോ. അവർ വന്നാൽ എന്ത് ചെയ്യും, വരട്ടേന്നേ, വന്ന് രണ്ട് തല്ല് കൊണ്ടിട്ട് പോട്ടേന്ന്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അബി അവിടുന്ന് പോയി. അവന്തിക വീണ്ടും ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അനാമിക വീട്ടിൽ അമ്മയോട് വഴക്ക് കൂടുക. എന്നൊരു ചപ്പാത്തി വെജിറ്റബിൾ കറി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. വേറൊന്നും ഇല്ലേ എന്നും ചോദിച്ചു. അയ്യോ ഒരുപാടുണ്ട്, ഹോട്ടലിൽ പോയങ്ങ് കഴിച്ചോ, കയ്യിലേ കാശുണ്ടെങ്കിൽ. ഓ എടി ഇപ്പം മുണ്ട് മുറുക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇവിടെ. ഈ കാണുന്ന വീട് പോലും സ്വന്തം അല്ലെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലടി, വാടകക്കാരനെ എപ്പോഴാണ് ഇറക്കി വിടുന്നെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. ആ സമയത്ത് വേണു അങ്ങോട്ടേക്ക് വന്നു. മോൾക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മോളന്നേരം മോനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. അതെ മോളെ, അബി എന്നെ വിളിച്ചായിരുന്നു, പിന്നെ നാളെ അങ്ങോട്ട് ചെല്ലാനാ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പോയി കാല് പിടിച്ചൊന്ന് നോക്കാം മോളെ, നടക്കട്ടെ, 2-3 കോടി രൂപയെങ്കിലും കിട്ടുന്നെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താമായിരുന്നു എന്ന് വേണു. പിന്നെ നമുക്ക് കഷ്ടപ്പാടില്ലാതെ ജീവിക്കാനും പറ്റും. അങ്ങനെയെങ്കിൽ ഒരു 10 കോടി ചോദിച്ചുകൂടെ അച്ഛാ എന്ന് മോള്. അതിൻ്റെ പകുതിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അമ്മ. ഇതുപോലെയായിരുന്നു നേരത്തെ ആ കേസ് കോടതിയിൽ കിടക്കുന്ന സമയത്തെ അച്ഛനും മോളും കൂടി അത്യാഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന കാര്യം അമ്മ പറഞ്ഞു കൊടുക്കുക രേവതി. അന്ന് 10 കോടി പറഞ്ഞ 20 കോടിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി. അവസാനം 10 പൈസയും കിട്ടിയില്ല. അപ്പം അത് പറഞ്ഞത് ശരിയാ മോളെ, തരുന്നതും വാങ്ങിച്ചുകൊണ്ട് പോരുന്നതാ നല്ലത്. അവർ 1 കോടി രൂപ തന്നാലും അത് വാങ്ങിച്ചുകൊണ്ട് പോരുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. 50 ലക്ഷം കടക്കാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ബാങ്കിൽ ഇടാവല്ലോ എന്ന് രേവതി. അതെ, നാളെ അച്ഛൻ ഒറ്റയ്ക്ക് പോയാൽ പോരെ അച്ഛ അന്ന് മോള്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ആ കിളവൻ്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ചുകൊണ്ട് പോരാനോ? നീ ആൾ കൊള്ളാലോടി മോളെ. അപ്പം ഞാനും കൂടെ വന്നത് അടി കൊള്ളാനോ? എൻ്റെ മോളെ, നമുക്കവിടെ ചെന്ന് കരഞ്ഞ് കാല് പിടിക്കാമെന്നേ, നിനക്ക് കണ്ണീരിന് പിന്നെ ക്ഷാമമൊന്നും ഇല്ലല്ലോ. ഓ ഇനിയിപ്പോൾ അതേ ഉള്ളൂ ആകെ മിച്ചം. കൂടുതൽ കരയുന്നതിന് മുൻപേ അച്ഛനൊപ്പം പോയി കാര്യങ്ങൾ നടത്തിയേച്ച് വരാൻ നോക്കാൻ അമ്മ പറഞ്ഞു കൊടുക്കുക. അല്ല നീയും കൂടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു രേവതി. നേരെ ഓ എൻ്റെ പൊന്നോ എൻ്റെ ദൈവമേ, ഞാൻ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് വരത്തില്ല, എനിക്ക് അവിടെയുള്ള എല്ലാ ഇനങ്ങളെയും പേടിയാണെന്ന് രേവതി പറയാം. അല്ല അബി ആ കിളവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അബിയേട്ടൻ പറഞ്ഞ ഒരു കാരണവശാലും അയാൾ കേൾക്കാനൊന്നും പോകുന്നില്ല എന്നും ഇപ്പം തന്നെ അറിയാവല്ലോ. മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികൾക്കൊപ്പമാണ് അബിയേട്ടനും ഭാര്യയും നിൽക്കുന്നത്. അപ്പം എന്ന് അബിയോട് പറഞ്ഞ നിനക്കവിടെ ജോലിക്ക് കയറിക്കൂടെ അനാമികെ? അത് കേട്ടപ്പം അവനെ കാണുമ്പോൾ സുഖിപ്പിച്ചുള്ള വർത്താനം മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഏർപ്പാടൊന്നും അവന് പറഞ്ഞിട്ടുള്ളതല്ല, അവൻ ചെയ്യുകയില്ല. അതുകൊണ്ട് ആ വഴിക്കൊന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ പൊന്നദൈവമേ, വല്ലാത്തൊരവസ്ഥയായി പോയി. ചായപ്പൊടി തീർന്നാൽ അത് വാങ്ങിക്കാൻ കൂടി പൈസ ഇല്ലാത്ത അവസ്ഥ. വണ്ടിക്കകത്ത് എണ്ണ അടിക്കുന്ന കാര്യവും അങ്ങനെ തന്നെയാണ്, ഒരു മാർഗവും ഇല്ല. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് മോളെ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാൻ നിന്നോട് പറഞ്ഞത്. നിനക്കത് പറ്റുകയില്ലായിരുന്നല്ലോ. അതിൻ്റെ കൂടെ ഇവൾക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം അങ്ങ് രക്ഷപ്പെട്ടേനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെങ്ങനെ ഓരോ ദിവസം പോലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് രണ്ടും ജീവിച്ചിട്ടില്ലല്ലോ. പിന്നെ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടി, അതിനെ അവൾ കൈയോടെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ എനിക്ക് കഴിക്കാനൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോകുമ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പിന്നാലെ നടന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താൻ ഇവിടെ ആരും ഇല്ല എന്ന് അമ്മ മോളോട്. അതും പറഞ്ഞ് അല്ലെങ്കിലും കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുക. അപ്പോൾ എടീ ഇനി പട്ടിണി കിടക്കേണ്ട ദിവസങ്ങളൊക്കെ വരും, അപ്പം നീ ഒന്ന് നിർത്തുന്നുണ്ടോ എൻ്റെ രേവതി എന്ന് വേണു. അയ്യോ എന്തെന്തിനാ ഞാൻ നിർത്തുന്നത്, ഉള്ള കാര്യമല്ലേ ഞാനങ്ങ് പറഞ്ഞതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് ഭക്ഷണമായിട്ട് അങ്ങ് പോവുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനന്തപുരിയിൽ ഇന്ന് ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് അതിനെ എത്തിച്ച കാര്യങ്ങൾ പറയുക.
അപ്പോൾ അച്ഛന് കുറച്ചെങ്കിലും മോളോട് സ്നേഹത്തോടെ സംസാരിക്കാമായിരുന്നു, പെരുമാറാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നാലും ഉള്ളിൽ ദേഷ്യം വെച്ചിട്ട് തളർന്നു വീണ മോളെ ഗവനിക്കാതെ പോയില്ലല്ലോ ദേവയാനി എന്ന് പറയാം. അപ്പോഴത്തേക്കും ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ഏട്ടത്തി നയനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ജലജ ചോദിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ, വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടെന്ന കാര്യം ദേവയാനി ജലജയോട് പറയണു. നീ ഇതൊക്കെ തിരക്കാതെ അങ്ങോട്ട് പോയി അന്വേഷിക്കാത്തത് എന്താണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ തല വരെ തിരിക്കില്ല ജലജ. അല്ല എന്തിനാമ ഇവളങ്ങോട്ടേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഇവളങ്ങോട്ട് പോയാലേ പലഹാരവും ഫ്രൂട്ട്സൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അതൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പോലും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത്? ഞാനിപ്പോൾ പഴയതുപോലെ ആർക്കും ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാറ് പോലും ഇല്ലല്ലോ ഏട്ടത്തി. പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പം നീ മുൻപ് ചിന്തിച്ചിരുന്നത് സമ്മതിച്ചല്ലോ അല്ലേ? അത് സമ്മതിച്ചാൽ എന്താ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും അച്ഛൻ സമയത്ത് അവളെ സഹായിച്ചില്ലേ എന്ന് ചോദിച്ചു. പിന്നെ അച്ഛൻ്റെ ഉള്ളിലെ ദേഷ്യം വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ടത് പോലും അല്ലല്ലോ, എന്നിട്ടും അച്ഛൻ അതൊക്കെ ചെയ്തില്ലേ? അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്ത കൂട്ടത്തിലൊന്നും അല്ലടി നിന്റെ അച്ഛനെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. അദ്ദേഹത്തിനെ ആദർശിനോട് ദേഷ്യമുണ്ട്. ആദർശിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് നയനയോടും നേരെ ഒരു നീരസമുണ്ട്. എന്ന് വെച്ചേ നീ ഈ പറയുന്നത് പോലെ നയനമോളോട് വെറുപ്പൊന്നുമില്ല എന്ന് മുത്തശ്ശി ജലജയോട് പറയുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ദേഷ്യം വെച്ചിട്ട് പുറമേ സ്നേഹം കാണിക്കുന്നത് നിന്റെ മോൻ്റെയും നിന്റെ മരുമോളുടെയൊക്കെ സ്വഭാവം ആടിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് നവ്യ അങ്ങോട്ടേക്ക് വരുക. അപ്പോൾ ദേ വന്നു കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി. നവ്യ അന്നേരം തിരിഞ്ഞു നിന്നു. സ്വന്തം അനിയത്തിയ അവൾ വീണെന്നറിഞ്ഞിട്ടും ഒന്ന് വിളിക്കാൻ പോലുള്ള മനസ്സ് ഇവൾ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നവ്യ ഇങ്ങനെ നോക്കുവാട്ടോ ഇവരെ. അവളെ കുറ്റം പറയേണ്ട ഏട്ടത്തി, അതിൻ്റെ ആവശ്യവും ഇല്ല. ദേ നവ്യയുടെ മുന്നിൽ വെച്ചാണ് അഭിയെ നന്ദു ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്നൊക്കെ പറഞ്ഞ് ജലജ നവ്യയുടെ സൈഡ് ചേർന്ന് പറയാം. എന്നിട്ട് ജാമ്യത്തിൽ അവനെ വിടണമെന്നും പറഞ്ഞ് നന്ദുവിൻ്റെ മാത്രമല്ല നയനയുടെയും കാല് പിടിച്ചതാ എൻ്റെ മരുമോള്. അങ്ങനെ ആരും അത് കേട്ടില്ല. നയനയൊന്നും വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ നന്ദു അത് കേട്ടേനെ. എന്നിട്ട് അത് വല്ലതും ഉണ്ടായോ? അതുമാത്രമാണോ? ഈ വീട്ടിലുള്ള എല്ലാവരും കൂടെ അഭിയെ പുറത്താക്കിയപ്പോഴും ആരും അവനെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ. പ്രത്യേകിച്ച് നയന കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു. അനിയുടെ ഭാഗത്താണ് ശരിയെന്നല്ലേ നയന പോലും പറഞ്ഞത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ നോക്കുന്നു. അപ്പം പിന്നെ ചേച്ചി എങ്ങനെ അനിയത്തിയെ സ്നേഹിക്കാനാണ്? ഇതിനൊന്നും നവ്യക്ക് അമ്മാവുന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. നിന്റെ മോന് വേണ്ടി വാദിക്കാനേ മനുഷ്യരായി പറഞ്ഞ ആർക്കും കഴിയില്ല അടിയെന്ന് ദേവയാനി പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോൻ പോയതിനു ശേഷം മറ്റൊരു കമ്പനി രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ പറയുവാണ് ജലജ. ഇതെല്ലാം കേട്ട് നവ്യ പല്ലു കടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അവൻ്റെ ബുദ്ധിയും തലച്ചോറും ഒക്കെ മൂർത്തി ജ്വല്ലറിക്ക് കിട്ടാനുള്ള ഭാഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ജലജ. അതുകൊണ്ടാണ് അവനെ തള്ളിക്കളയാൻ നിങ്ങൾക്കൊക്കെ തോന്നിയതെന്നും അവൻ്റെ ബുദ്ധിയൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ആ AN ജ്വല്ലറിക്കാർ എപ്പം പൂട്ടുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്ന കാര്യം മുത്തശ്ശി ഇങ്ങനെ പറയുന്നു. നവ്യ അതിനും മിണ്ടുന്നില്ല. അല്ലെങ്കിലും കുടുംബത്തെ നശിപ്പിക്കാൻ പിറന്നവൻ ഒരു കമ്പനിയും സേവിക്കില്ല എന്നും മുത്തശ്ശി ഇങ്ങനെ അവിടെ നിന്ന് ശപിച്ചുകൊണ്ട് പറയുക. അതൊരു അടിസ്ഥാന തത്വം. അത് മനസ്സിലാക്കി നീ നിന്റെ മോനെ തിരുത്താൻ ശ്രമിച്ചില്ല എങ്കിൽ അത് നിന്റെ പോരായ്മയാണെന്ന് ഞാൻ പറയുകയുള്ളൂ എന്ന് പറഞ്ഞു. മക്കൾ രണ്ടും അമ്മയെ തള്ളിക്കളഞ്ഞത് ജലജ അറിയുന്നില്ല. ആ അമ്മ മകന് വേണ്ടി ഇങ്ങനെ ബാധിച്ചുകൊണ്ടേ ഇരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ആദർശിനേക്കാളും നയനേക്കാളും നല്ലൊരു ലൈഫാണ് നവ്യയ്ക്കും അഭിക്കും കിട്ടിയതെന്ന് ജലജ. എല്ലാം എൻ്റെ മരുമോളുടെ ഭാഗ്യമെന്നും പറഞ്ഞു ഭയങ്കര സംസാരം. എൻ്റെ മരുമോളില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എൻ്റെ മോൻ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ മറ്റൊരാൾക്ക് മുന്നിൽ കൈയും നീട്ടി നിൽക്കേണ്ടി വന്നേനെ. അതും പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങ് പോയി. നവ്യ ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം പോലും മിണ്ടാതെ നവ്യ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നയനയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ദേവയാനിയോട് നവ്യ ചോദിക്കുമ്പോൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് സന്തോഷമാകുമെന്ന് ദേവയാനി അന്നേരം ചോദിച്ചു. ഈ വെളുക്കും ആ പോയവൾക്കും ഒക്കെ നയനയ്ക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ മനസ്സിൽ പിന്നെ ഒരു സന്തോഷവും കിട്ടത്തില്ല എന്ന് ദേവയാനി പറയുക. നവ്യ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അങ്ങനെ ഒരു അമ്മായിമ്മ മരുമോളുമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നവ്യ അനിയത്തിയെ പറ്റി ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.